അപ്പോൾ ആറാട്ടുപുഴ പൂരത്തിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനും സച്ചിനും വണ്ടിയുമേയാണ് വന്നത്. പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവർ കാറിലും വന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ 2 കിലോമീറ്റർ നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്നിട്ട് ഞങ്ങൾ അമ്പലത്തിലെത്തി. അപ്പോൾ അവിടെ പൂരം കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ ഒരു 11:30 ആയപ്പോഴാണ് എത്തിയത്. അങ്ങനെ ആശാനൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം മേളമൊക്കെ നമ്മളവിടെ കേട്ട് നിന്നു. ഏറ്റവും കൂടുതൽ ചടങ്ങുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പൂരമാണ് കേട്ടോ ആറാട്ടുപുഴ പൂരം എന്ന് പറയാം. അപ്പോൾ കുറേ ചടങ്ങുകൾ അതിനുള്ളിൽ നടക്കുന്നുണ്ടായിരുന്നു. നമുക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പണ്ടൊക്കെ അമ്മാമ്മയൊക്കെ കുറേ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ മന്ദാരം കടവിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വന്നിരുന്ന സമയത്ത് അവിടെ ആറാട്ടൊക്കെ മുങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പിന്നെയും പൂരം കാണാൻ വേണ്ടി വന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആറാട്ടുപുഴ ശാസ്താവ് തൃപ്രയാർ തേവർ വന്നോന്ന് അറിയാൻ 7 കണ്ടം പോയി നോക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ആ ഒരു ചടങ്ങാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അപ്പോൾ ഈ ചേട്ടനെ കണ്ടിട്ടുണ്ടാവും, വൈറലായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആളെയും കണ്ട് പിന്നെ കുറച്ചു നേരം മേളമൊക്കെ കേട്ടുന്നു. എന്ത് രസമല്ലേ ഈ മേളം കേട്ട് നിൽക്കാനായിട്ട്. ഞാൻ ഇത്രയും നേരം മേളമൊക്കെ കേട്ട് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് നമുക്കിത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര മിസ് ചെയ്യും, ലൈക്ക് ഇത്രയും നാളുകൾ നമ്മൾ പോയിക്കൊണ്ടിരുന്നതും ഒക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ബജ്ജിയൊക്കെ കഴിച്ചിട്ട് പിന്നെ അപ്പോഴേക്കും തേവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത്രയും വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു മൊമെൻ്റാണ് കേട്ടോ, തൃപ്രയാർ തേവർ വരുന്ന ആ ഒരു മൊമെൻറ്റ്. അപ്പോൾ ആ ഒരു ടൈമിൽ ചെറിയൊരു വെടിക്കെട്ടും ഉണ്ടായിരുന്നു. തേവർ പന്തലിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ കൂട്ടെഴുന്നള്ളിപ്പാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആനകളൊക്കെ നിരന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോ ആനകളായിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ തേവരുടെ പുറകിലായിട്ട് നമ്മുടെ ഊരകത്തമ്മ തിരുവടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ 2 പേരും ഒരുമിച്ചാണ് വരിക. അപ്പോൾ ആളെയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഊരകത്തമ്മ തിരുവടിയുടെ ആനയും അവരുടെ പരിചാരങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തേവർ ഇവിടെ എത്താൻ നിന്നില്ല. അപ്പോൾ അതിന് മുന്നായിട്ട് ഞങ്ങൾ തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നെക്സ്റ്റ് ഡേ വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ 5:30 ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് 5:30 ആയപ്പോഴാണ് തേവരുടെ ആന അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ലേറ്റ് ആവുമെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ പന്തലിലെത്താൻ നിന്നില്ല. അതിന് മുന്നായിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. എല്ലാ ദേവീ ദേവന്മാരും ഒരുമിച്ച് പങ്കെടുക്കുന്ന പൂരമാണ് ആറാട്ടുപുഴ പൂരം എന്നാണ് പറയില്ല. അപ്പോൾ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലം കാണാമെന്ന് തൃപ്രയാർ തേവരും ആറാട്ടുപുഴ ശാസ്താവും ഉപചാരം ചൊല്ലി പിരിയുന്ന രംഗാണ് കാണുന്നത്. ഇനി അടുത്ത കൊല്ലം മാർച്ച് 20-ാം തീയതിയാണ് പൂരം. ഇനി അടുത്ത വർഷം വരെ കാത്തിരിക്കാം അല്ലേ.